മകരമാസത്തിലെ പുണർദം, പൂയം എന്നീ നാളുകളിലാണ് ഇവിടെ തിരുവുത്സവമായി ആഘോഷിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ ഒറവപ്പാറയെ കുറിച്ചാണ്. മലയാളപ്പഴനി എന്നറിയപ്പെടുന്ന ഒറവപ്പാറയുടെ വിശേഷങ്ങളാണ്, അതുപോലെ ഐതിഹ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഉറവപ്പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. സമുദ്രത്തിൽ നിന്ന് 500 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉറവപ്പാറയുടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ബാലസുബ്രഹ്മണ്യമാണ്. തമിഴ്നാട്ടിലെ പഴനി അനുസ്മരിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ഈ ഉറവപ്പാറ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മകരമാസത്തിലെ പുണർദം, പൂയം എന്നീ നാളുകളിലാണ് ഇവിടെ തിരുവുത്സവമായി ആഘോഷിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ തൊടുപുഴ ടൗൺ നമുക്ക് പൂർണ്ണമായും കാണാൻ സാധിക്കും. ഇവിടെ വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് അതിരാവിലെയും വൈകുന്നേരവുമാണ്. മനോഹരവും ശാന്തവുമായ അന്തരീക്ഷമാണ് ഇവിടുത്തെ പ്രത്യേകത. 3 കിലോമീറ്റർ ദൂരമുള്ള ഈ പാറയുടെ തുടക്കം ഒളമറ്റവും അവസാനം ചുങ്കം എന്ന് പറയുന്ന സ്ഥലമാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള ഈ പാറയിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഭീമപാത തീർത്ഥകുളവും അതുപോലെ പഞ്ചപാണ്ഡവരുടെ അടുപ്പും കാണാൻ സാധിക്കും. നമുക്ക് എന്തായാലും അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ എത്തുകയും ഒരു രാത്രി ഇവിടെ ചെലവഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ആ ക്ഷേത്രമാണ് ഈ ഉറവപ്പാറ ക്ഷേത്രം. അതുപോലെ ഇവിടെ ഒരു അടുപ്പ് കല്ലുണ്ട്, 3 കല്ലുണ്ട്. അത് പഞ്ചപാണ്ഡവർ അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കല്ലാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് പഞ്ചപാണ്ഡവരുടെ അടുപ്പ് എന്ന് പറയുന്ന കല്ല്. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഭീമപാത തീർത്ഥക്കുളം. പണ്ട് വനവാസകാലത്ത് പഞ്ചപാണ്ഡവരോട് വരികയും പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമസേനൻ കാലുകൊണ്ട് നിർമ്മിച്ച കുളമാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളും കാഴ്ചകളും. മുനിസിപ്പാലിറ്റിയുടെ ഒരു വാട്ടർ ടാങ്ക് നമ്മുടെ ഒളമറ്റത്തുണ്ട്. ഗ്രൗണ്ട് ലെവൽ സർവീസ് റിസർവോയർ 0.90 LL ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. നമ്മളങ്ങനെ ഉറവപ്പാറയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ബാലസുബ്രഹ്മണ്യമാണ്. ഈ ക്ഷേത്രം പഴനി അനുസ്മരിക്കും വിധം പാറയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉറവപ്പാറയിലെ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ കുളമാണ്. ഈ കുളത്തിൻ്റെ പിന്നിലും ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ അറിയിപ്പെന്ന രീതിയിൽ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഉറവപ്പാറയിൽ എത്തിച്ചേരാനായിട്ട് തൊടുപുഴ വരിക. തൊടുപുഴയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഒളമറ്റം. ഒളമറ്റത്തു നിന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു ആർച്ച് കാണാം. അവിടെ നേരെ ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ 2 വഴിക്ക് നമുക്ക് ഇങ്ങോട്ട് കയറി വരാം. ഒന്ന് കാൽനടയായിട്ട് കയറി വരാനുള്ള വഴിയുണ്ട്, വാഹനങ്ങൾ കൊണ്ട് കയറി വരാനുള്ള വഴിയുണ്ട്. വാഹനങ്ങൾ കയറി വരാൻ ഒരു 2 കിലോമീറ്റർ അടുത്തൂടെ നമ്മൾ സഞ്ചരിക്കണം ഇങ്ങോട്ട്.
മറ്റേത് നമുക്ക് അടുത്ത് തന്നെയാണ്, നടന്നു കയറി വരാവുന്ന വഴിയാണ്. അപ്പം എല്ലാ പറ്റുന്നത്ര ആൾക്കാർ വന്ന് നമ്മുടെ ഉറവപ്പാറയുടെ സൗന്ദര്യം ആസ്വദിക്കുക, ക്ഷേത്ര മര്യാദകൾ പാലിക്കുക. ഫ്രണ്ട്സ്, ഇവിടെ വരാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ്. പകൽ സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ തന്നെ മഴയുള്ള സമയത്തും ഇടിമിന്നുള്ള സമയത്തും ഇവിടെ വരാൻ പറ്റിയല്ല. കാരണം ഉയർന്ന പ്രദേശമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇടിമിന്നലൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.